നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എയ്റ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസ് റിമാൻഡിലായിരുന്ന റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. 2 ദിവസമായി അടച്ചിട്ടിരുന്ന കച്ചേരിത്താഴത്തെ വലിയ പാലം തുറന്നു നൽകി. ഭാരവാഹനങ്ങൾ ഒഴികെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങൾക്കാണ് ഗതാഗതം അനുവദിച്ചത്. കർഷക ദിനം ആഘോഷിച്ച് നെല്ലാട് ക്ഷീരവികസന സമിതി കുന്നത്തുനാട് എം.എൽ.എ. അഡ്വക്കേറ്റ് പി.വി. ശ്രീനിജൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടിന്റെ നിർമ്മാണത്തിൽ അഴിമതിയെന്ന് CPM. പോത്താനിക്കാട് പഞ്ചായത്തിലാണ് കോർട്ടിന്റെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചത്. വാർത്തകൾ വിശദമായി. കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിൽ റിമാൻഡിലായിരുന്ന റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസിൽ റിമാൻഡിലായിരുന്ന ആൺസുഹൃത്ത് റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ സബ് ജയിലിൽ നിന്നും കോതമംഗലം കോടതിയിലെത്തിച്ച പ്രതിയെ 2 ദിവസത്തേക്കാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഇതിനു പുറമെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിക്കുന്ന റമീസിന്റെ പിതാവ് റഹിമോൻ, മാതാവ് ഷെറീന, സുഹൃത്ത് അബ്ദുൾ സഹദ് എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. റമീസിന്റെ മാതാപിതാക്കളെ തിങ്കളാഴ്ച സേലത്ത് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാതാപിതാക്കൾ പിടിയിലായതറിഞ്ഞതിനെ തുടർന്ന് സുഹൃത്ത് അബ്ദുൾ സഹദ് ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ, വിവാഹ വാഗ്ദാനം നൽകി പീഡനം, മർദ്ദനമേൽപ്പിക്കൽ വകുപ്പുകളും മറ്റുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവുമാണ് ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 9-ാം തീയതിയാണ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. 2 ദിവസമായി അടച്ചിട്ടിരുന്ന കച്ചേരിത്താഴത്തെ വലിയ പാലം തുറന്നു നൽകി. ഭാരവാഹനങ്ങൾ ഒഴികെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങൾക്കാണ് ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ 2 ദിവസമായി അടച്ചിട്ടിരുന്ന കച്ചേരിത്താഴത്തെ വലിയ പാലം തുറന്നു നൽകി. രാവിലെ 6 മുതലാണ് വലിയ പാലത്തിലൂടെ ഭാരവാഹനങ്ങൾ ഒഴികെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങൾക്ക് ഗതാഗതം അനുവദിച്ചത്. താൽക്കാലികമായി നഗരത്തിൽ വലിയ പാലത്തിലൂടെ ഒറ്റവരിയായി വെള്ളൂർക്കുന്നം ഭാഗത്തേക്കും തിരികെ പഴയ പാലത്തിലൂടെ കച്ചേരിത്താഴത്തേക്കുമാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. പാലം തുറക്കുന്നതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ രാത്രി വൈകിയും സജ്ജീകരിച്ചു. എന്നാൽ എന്തെങ്കിലും അപകട സാഹചര്യം തോന്നിയാൽ യാതൊരു അറിയിപ്പുമില്ലാതെ പാലം അടയ്ക്കുന്നതിനും തീരുമാനിച്ചിരുന്നു. 6 പതിറ്റാണ്ട് മുൻപ് ഭൂമിക്കടിയിൽ നിർമ്മിച്ച ഓടയാണ് കച്ചേരിത്താഴത്ത് ഗർത്തം രൂപപ്പെടാൻ കാരണമെന്ന് വിദഗ്ധ സംഘം കണ്ടെത്തി. കല്ലുകൊണ്ട് നിർമ്മിച്ച ഓടയിലേക്ക് 2018-ലെ മഹാപ്രളയത്തിൽ വെള്ളം കയറിയതിനെ തുടർന്നുണ്ടായ ബലക്ഷയമാണ് ഗർത്തം രൂപപ്പെടാനുള്ള കാരണം. 2 തരത്തിലുള്ള പരിഹാരമാണ് ഇപ്പോൾ സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ കാണപ്പെട്ടിരിക്കുന്ന ബലക്ഷയം മിശ്രിതങ്ങളും മണ്ണും മറ്റും ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി മുകളിൽ സ്ലാബ് വിരിച്ച് ബലവത്താക്കുക. എന്നാൽ സമീപത്ത് പുതിയ 3ാമതൊരു പാലത്തിന് നിർദ്ദേശമുയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ പൈലിംഗ് ജോലികളോ കൂടാതെ ഭാരവാഹനങ്ങളോ മറ്റോ പോകുമ്പോൾ നിലവിലുള്ള ഓടയുടെ മറ്റു ഭാഗങ്ങൾ ബലക്ഷയം സംഭവിക്കാനും ഇടിയാനും സാധ്യതയുണ്ട്. 2ാമത് ഉയർന്നു വന്നിരിക്കുന്ന പരിഹാരം ശാശ്വതവും ചിലവേറിയതുമാണ്. കോടതി ഭാഗത്തു നിന്നും എത്തുന്നതും കച്ചേരിത്താഴം വഴി എത്തുന്നതുമായ ഓടകൾ രാജേശ്വരി ഹോട്ടലിന് മുമ്പിൽ സംഗമിക്കുന്നുണ്ട്. ഇവിടെ നിന്നും എതിർദിശയിൽ നഗരസഭയുടെ സ്ഥലത്തുകൂടി പുഴയിലേക്ക് ഓട എത്തിക്കുന്ന ആശയമാണ് ഉയർന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തെ പാലത്തിന് മുന്നിലുണ്ടായ ഗർത്തം അത് കംപ്ലീറ്റ്ലി എക്സ്കവേറ്റ് ചെയ്ത് താഴെ ഡ്രെയിനിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഐഡന്റിഫൈ ചെയ്തു. മനസ്സിലാക്കുന്നത് ഏകദേശം 10-60 വർഷത്തോളം പഴക്കമുള്ള ഡ്രെയിൻ വളരെ താഴ്ചയിൽ കടന്നിരുന്നത് ഡാമേജ്ഡ് ആവുകയും അതിലൂടെ മണ്ണൊലിച്ചു പോയി ആ മണ്ണിരുന്നതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണമെന്ന് ബോധ്യപ്പെട്ടു. 2 ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തത്, ഒന്ന് നിലവിലുള്ള ഡ്രെയിൻ താൽക്കാലികമായെങ്കിലും ശരിയാക്കി വീണ്ടും ഗർത്തം മൂടി പ്രശ്നം അവസാനിപ്പിക്കുക. അതല്ല എങ്കിൽ ഇപ്പോൾ നിലവിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഡ്രെയിനിന് പകരം നമ്മൾ വളരെ വേഗത്തിൽ മറ്റൊരു ഔട്ട്ലെറ്റ് ഡ്രെയിന് ക്രിയേറ്റ് ചെയ്ത് വെള്ളം അതിലൂടെ ഡൈവേർട്ട് ചെയ്യുകയും ഈ ഇപ്പോൾ ഗർത്തം ഉണ്ടാക്കിയ ഈ കൾവർട്ട് അല്ലെങ്കിൽ ഈ ഡ്രെയിൻ എന്നേക്കുമായി വേണ്ടെന്ന് വെക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ. വലിയ പാലം അടച്ചതിനെ തുടർന്ന് 2 ദിവസമായി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നാളുകളായി ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടിയിരുന്ന സാഹചര്യത്തിലാണ് കച്ചേരിത്താഴത്ത് ഗർത്തം രൂപപ്പെട്ടത്. ഇതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഇരട്ടിയായി. മണിക്കൂറിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന MC റോഡിൽ ഗതാഗതക്കുരുക്ക് മൂലം നഗരം നിശ്ചലമായി. രാവിലെ മുതൽ രാത്രി വൈകും വരെ മണിക്കൂറുകളോളം വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു എങ്ങും. നെല്ലാട് ക്ഷീരവികസന സമിതി ഹാളിൽ കർഷക ദിനം ആഘോഷിച്ചു.
മഴുവന്നൂർ കൃഷിഭവൻ, പഞ്ചായത്ത്, സർവീസ് സഹകരണ ബാങ്കുകൾ, കാർഷിക വികസന സമിതി, കുടുംബശ്രീ, പാടശേഖര സമിതികൾ, പച്ചക്കറി ക്ലസ്റ്ററുകൾ, കൃഷിക്കൂട്ടം, VFPCK, ക്ഷീരസംഘം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനം ആചരിച്ചത്. കുന്നത്തുനാട് MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ജില്ലാ പഞ്ചായത്ത് 40 ലക്ഷം രൂപ ചെലവഴിച്ച പോത്താനിക്കാട് പഞ്ചായത്തിൽ പുളിന്താനത്ത് പണിയുന്ന ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടിന്റെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് CPM ആരോപിച്ചു. തുക മുഴുവൻ ചെലവഴിച്ചിട്ടും പണികൾ പൂർത്തിയായിട്ടില്ല. മണ്ണിട്ട് നികത്തിയതിലും അഴിമതി നടന്നിട്ടുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അനുവദിച്ച തുകയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തതിന് കാരണം. UDF ഭരണത്തിലുള്ള പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിന് കാരണമെന്നും ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. രണ്ടാർ പോത്തനാമൊഴി കുര്യാക്കോസ് 86 നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 2:30 രണ്ടാർ സെന്റ് മൈക്കിൾ പള്ളിയിൽ നടത്തപ്പെടും. ഭാര്യ മേരി, കല്ലൂർക്കാട് കൊട്ടാരത്തിൽ കുടുംബാംഗം. മക്കൾ ജോജി, ജിജി, ഷിജി, വിജി, റെജി. മരുമക്കൾ ജെസി ജോളി, ജിസ് ജിജി, ജെയ്സ് ജെയിംസ്, സിബി എബ്രഹാം, ജെയിംസ് ജോസഫ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.